ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സ്കൂളിൽ ഓണപരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയുടെ സ്കൂളിലെ ഓണപരിപാടിയാ? അതെ. എന്തൊക്കെ പരിപാടികളാ? ഇന്ന് പരിപാടി ഉണ്ടായിരുന്നെന്താന്ന് അറിയത്തില്ല. അത്തപ്പൂക്കളം, വടംവലി അതൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. പക്ഷെ മിസ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു കപ്പും ഒരു സ്പൂണും കൊണ്ടുവരാൻ. പായസം കുടിക്കാനോ? കുഞ്ഞു പായസത്തിന് തേങ്ങ കൊണ്ടേ കൊടുത്തോ? കൊടുത്തല്ലോ. അപ്പൊ അതൊരു പായസം കുടിക്കാൻ പോവാ. ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ടാണോ റെഡി ആകുന്നേ? അതെ. ഓക്കെ. അപ്പൊ എന്നാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ട് പോവാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണിത്, പൂരി. അടിപൊളി ചിക്കൻ കറിയും ഉണ്ട്. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂരിയും ചിക്കൻ കറിയാ? അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കുന്ന ഇഷ്ടമാണ്? ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയേ, ചൂടാണോ? അമ്മച്ചേൻ്റെ ഇടയ്ക്ക് ഏറ്റവും മാക്സിമം പാത്രങ്ങളെല്ലാം കിളികിളിക്കാണ് നമ്മുടെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് അടുക്കളയിൽ നിന്ന്. സ്കൂളിലുള്ള എല്ലാവരും ബസ്സിൽ കയറി പോയി, പക്ഷെ ഞാൻ മാത്രം പോയിട്ട്. എന്താ പോകട്ടെ? ലേറ്റ് ആയിട്ട്. എഴുന്നേക്കാൻ ലേറ്റായോ? എന്താ ലേറ്റായി എഴുന്നേക്കാൻ? ആദ്യം വിചാരിച്ചു പോകുന്നില്ല, പിന്നെ വിചാരിച്ചു പോകുന്നുണ്ടെന്ന്, പിന്നെ വിചാരിച്ചു പോകുന്നില്ല. അങ്ങനെയായിട്ട് പിന്നെ ബസ്സിൽ പോയി. ഇതാണ് എൻ്റെ ഓണക്കോടി. ഞാനിത് ഇട്ടിട്ട് വരാം. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ഞാൻ റെഡി ആയിട്ട് വരാം. ഓരോന്നായിട്ട് ഇരുന്നാണ് നല്ലത്. ഇത് കുഞ്ഞിന്റെ ഡാൻസിന് മേടിച്ച വളയാ? അപ്പുറത്തെ കയ്യിലിട്. ഡാൻസിന് മേടിച്ചപ്പോൾ ഇടാനാണ്. ഇനിയുണ്ട്. എന്ത്? വേറെ വേറെ വള. ഞാൻ റെഡിയായിരുന്നു. എന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാം. ഇതാരാ ഡ്രസ്സ് മേടിച്ചു തന്ന കുഞ്ഞിന്? അപ്പച്ചനും അമ്മച്ചിയും. ഞാനും അമ്മയും കൂടെയാണ് ഓണക്കോടി എടുക്കാൻ പോയത്. എൻ്റെ മാലയല്ലേ, എൻ്റെ അമ്മയുടെ മാലയാണ്. നമുക്ക് കുറേ നെക്ലേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇനി ഞങ്ങൾ അമ്മ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അമ്മ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിക്കാം. ഓക്കെ? രണ്ട് സൈഡ് ഇങ്ങനെ മുടി ഇട്ടേക്കുന്ന ഇഷ്ടമായി? രണ്ട് സൈഡ് അമ്മ പറഞ്ഞു എനിക്കിഷ്ടം ബാക്കിൽ മുടി കെട്ടാനാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ കെട്ടാന്ന്. അതാ അതിൻ്റെ സ്റ്റൈലെന്ന് അമ്മ പറഞ്ഞു. പാവാടയും കൂടെ ഒന്ന് കറങ്ങും. അയ്യോ, കുഞ്ഞിന്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഡ്രസ്സിന് അല്ലേ? നല്ല ഭംഗിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഒരു പിങ്കും
ഒരു വൈറ്റും കൂടി ചേർന്ന ഒരു ഇതേപോലെ ഒരു white. വൈറ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ വേറെ കളറാണ് അത് എടുത്തത്. പക്ഷേ ഈ ഇതേപോലെ വൈറ്റ് അല്ല, വൈറ്റ് അല്ല, പക്ഷെ ഈ വൈറ്റ് ആണെങ്കിൽ ഇടാൻ ലൂസ് ആയിട്ട് പഴയത്. അത് വീട്ടിലിടാന്ന് വിചാരിച്ചത്, പക്ഷെ അത് ഇട്ട് നോക്കിയതാ, ഇട്ടായിരുന്നു, പക്ഷെ അത് ഇപ്പൊ ലൂസ് ആയി പോയതാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ടപ്പോ കുഞ്ഞിന് നല്ല പൊക്കം വെച്ച പോലെ തോന്നുന്നുണ്ട്. വലിയ പെണ്ണായി അല്ലേ? ആയോ? നീ അത്തപ്പൂക്കളൊക്കെ ഇടണ്ടേ? നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നത് നമ്മുടെ അമ്മ വീട്ടിൽ ചെന്നിട്ട് ഇടാം അല്ലേ? തല വെച്ച് തന്നോ? ഇപ്പൊ എന്നെ കാണാൻ ഡ്രസ്സല്ലേ പൂവും കൂടെ വെച്ചപ്പോ? പിന്നെ ഭയങ്കര രസം പൂക്കൾ വെച്ചപ്പോ. നല്ല ഭംഗിയുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. മാലയൊക്കെ ഇട്ട് 2 സൈഡിലും കൊമ്പൊക്കെ വെച്ച് അല്ലേ? കറങ്ങി കറങ്ങി ലാസ്റ്റ് അവിടെ റോട്ടിലോട്ട് പോകരുത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പാവാടയിൽ നിന്ന് വിട്ട് നടന്നോ? ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മച്ചി ഇവിടെ പൂവൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഇവിടെ കൊറേ പൂവൊക്കെ ഉണ്ട്. ഇനി പാവാടയിൽ നിന്ന് വിട്. പാവാടയിൽ നിന്ന് വിട്ട് നടക്കും. ആ പൂവിനകത്ത് കടന്നലുണ്ട്. കടന്നലുണ്ടോ? അവിടെ നിന്ന് പറയും. കടന്നലിന്റെ കാര്യം ഒന്നും പറഞ്ഞു നോക്കിക്ക്. എന്താണ് കടന്നൽ? കുഞ്ഞിനെ എന്നെ കുത്തിയായിരുന്നു. അവിടെ നിക്ക്. കവളിലും കയ്യിലും എല്ലായിടത്തും കുത്തി. അവിടെ നിക്ക് കുഞ്ഞാ. പിന്നെ മഞ്ഞളൊക്കെ തേച്ച് ചേച്ചിമാരോട് പറിച്ച് കളിച്ചു. പിന്നെ പോയിട്ട് ഇങ്ങനെ കളിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഓണത്തിന് എല്ലാവരും വീട്ടിൽ അല്ലേ പായസമൊക്കെ ഉണ്ടാക്കി അത്തപ്പൂക്കളൊക്കെ ഇട്ട്. നിങ്ങളുടെ സ്കൂളിലും ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടോ? എല്ലാ സ്കൂളിലും ഉണ്ടാവും അല്ലേ? പിന്നെ എന്താണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയല്ലേ? പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ പായസം മാത്രമേ ഉള്ളൂ. പായസവും വടംവലിയൊക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞിട്ട് ടീച്ചർ. ഞങ്ങൾക്ക് പായസമുള്ള കഴിക്കാൻ വേറെ ഒന്നുമില്ല. വേറെ സദ്യ ഒന്നുമില്ല. സദ്യ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അല്ലേ? ഹാപ്പി ഓണം. ബൈ.